ഹരേ കൃഷ്ണ. രാധേ രാധേ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അതിൽ ശ്ലോകം 1 ഞാനിവിടെ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥവും പറയാൻ പോകുന്നത്. അത് കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും പറയാനുള്ള ഭാഗ്യവും എനിക്കും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അർത്ഥം: ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? ഇവിടെ ധർമ്മക്ഷേത്രേ എന്ന വാക്ക് ഏറ്റവും സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനൻ്റെ ഭാഗത്താണല്ലോ. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവർ എന്തു ചെയ്തു എന്ന്. തൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർനിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല. തൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായിട്ട് എടുത്തിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം. വ്യാസശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിനു സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെപ്പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ. ധൃതരാഷ്ട്രൻ്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തൻ്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത ഇതിൽ നിന്നു മനസ്സിലാക്കാം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന്, യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിൻ്റെ തുടക്കത്തിൽ നിന്നു തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിന് പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 1 ഇവിടെ സമാപ്തമാവുന്നു. അടുത്തതിൽ ശ്ലോകം 2 പറയുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാ പേർക്കും രാധേ രാധേ. ഹരേ കൃഷ്ണ.